ശ്രീ ഷിബു തെക്കുംപുറം 4 മിനിറ്റ്. മാഡം, മികച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതാണ് സംസ്ഥാന ബഡ്ജറ്റ്. ഞാൻ ഈ ബഡ്ജറ്റ് ധനാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു. സംസ്ഥാനത്തിൻ്റെ നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒട്ടേറെ കർമ്മ പരിപാടികൾ ബഡ്ജറ്റിലുണ്ട്. 10 വർഷമായി മാഡം, കേരളത്തിനൊരു ധനനയം ഇല്ലായിരുന്നു. കടം വാങ്ങി ദൈനംദിന ചെലവുകൾ നടത്തിക്കൊണ്ടു പോകുന്ന ആപൽക്കരമായ സ്ഥിതിയായിരുന്നു കേരളത്തിൽ. നമുക്കറിയാം, സാമ്പത്തികമായ സ്വയം പര്യാപ്തതയാണ് ഒരു നാടിൻ്റെ വികസനത്തിന് അടിസ്ഥാനം. എല്ലാവർക്കും വരുമാനം ലഭ്യമാക്കാൻ കഴിയണം. വരുമാന സ്രോതസ്സുകളായി എല്ലാവരും മാറുമ്പോഴാണ് ഒരു നാട് വികസനത്തിൻ്റെ പാതയിൽ ശക്തമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ നാട്ടിൽ പുതിയ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ആരംഭിക്കണം. അതെല്ലാം വരുമ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുകയും ഈ മത്സരങ്ങളുടെ ലോകത്ത് എല്ലാ തരത്തിലും മുന്നേറാനുള്ള വലിയ സാധ്യതകളും ഉണ്ടാവുകയാണ്. കേരളത്തിൻ്റെ വിഭവശേഷിയും മികവും സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള മേഖലകൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നു. തുറമുഖം, കടൽ വിഭവങ്ങൾ, ധാതു സമ്പത്ത്, ഏവിയേഷൻ, ടൂറിസം എന്നിങ്ങനെ പുതിയ സമ്പദ്ഘടനകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ബ്ലൂ, ഗ്രീൻ, സിൽവർ തുടങ്ങിയവ വളരണമെങ്കിൽ നമുക്കറിയാം, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിക്ഷേപം വരേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങൾ വരുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. തീർച്ചയായും കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള UDF ഗവൺമെൻറ്റിൻ്റെ എല്ലാ നടപടികൾക്കും പിന്തുണ നൽകുകയാണ്. മാഡം, നമുക്ക് കേരളത്തെ നിക്ഷേപത്തിൻ്റെ പറുദീസയാക്കി മാറ്റണം. അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു ഇതൊന്നും അനുവദിക്കില്ല എന്നുള്ളത്. വീര്യം കൂടിയ മദ്യത്തിന് അനുമതി കൊടുത്തവർ പറയുന്നു വീര്യം കുറഞ്ഞത് അനുവദിക്കില്ല എന്ന്. റെയർ എർത്ത് കോറിഡോർ പ്രഖ്യാപിച്ചവർ പറയുന്നു ധാതു സമ്പത്ത് തൊടാൻ അനുവദിക്കില്ല എന്ന്. വേഗത കൂട്ടാൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചവർക്ക് ഇപ്പോൾ വേഗത വേണ്ട. PM ശ്രീ ഒപ്പിട്ടവർ പറയുന്നു പാടില്ല എന്ന്. അധികാരത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിപ്പോൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടുമായി പോകുന്ന പ്രതിപക്ഷം, മാഡം, ഇവർ വികസന വിരോധികളാണ്. ഈ നാടിൻ്റെ നന്മയല്ല ഇവർ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ നാടിൻ്റെ വികസനമാണ് UDF സർക്കാരിൻ്റെ ലക്ഷ്യം. എല്ലാ തരത്തിലും സമാധാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റുവാനുള്ള വലിയ നേതൃത്വമാണ് മുഖ്യമന്ത്രി VD സതീശൻ വഹിക്കുന്നത്. ഒരു പുതിയ കേരളം, അതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. തീർച്ചയായും എല്ലാ തരത്തിലും ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. UDF തിരിച്ചോടില്ല. ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നാൽ അതിനെ എല്ലാ തരത്തിലും നേരിട്ടുകൊണ്ട് ഏതറ്റം വരെ പോകാൻ UDF ഒരുക്കമാണ്. മാഡം, തീർച്ചയായും നമുക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായും എല്ലാവരുടെയും വലിയ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ബഡ്ജറ്റ് ധനാഭ്യർത്ഥനയെ പിന്താങ്ങുന്നു.